സുഹൃത്തുക്കളെ, നമ്മുടെ ചുണ്ടുവരൽ കാവ്യശിക പ്രസിദ്ധീകരിച്ച ചുണ്ടുവരൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഇതിൻ്റെ അഞ്ചാം ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത്. ഇതിൻ്റെ മാത്രമായിട്ടുള്ള എപ്പിസോഡ് നമ്പർ 5 ആണ്. 4 നമ്മൾ യൂട്യൂബിൽ സ്നാപ്സ് ചാക്കോടി അന്തിക്കാട് എന്ന് പറയുന്ന പേരിലുള്ള യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാവ്യശികയുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റീച്ച് പോരാ എന്നുള്ളതാണ്. തുടക്കം തന്നെ പറയുകയാണ്, ഇതിലുള്ള കവികൾ, ഞാൻ ഈ സെലക്ട് ചെയ്ത കവികളെങ്കിലും കാണണം, അതുപോലെ ലൈക്ക് ആൻഡ് കമൻ്റ് ഒക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് എപ്പോഴും ഒബ്സർവിങ് ആണ്, നിങ്ങൾ ആരൊക്കെയാണ് അതിനോട് പ്രതികരിക്കുന്നതെന്നുള്ളത്. അപ്പം ഇങ്ങനൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നത് നിങ്ങളോടൊന്നും അനുവാദം ചോദിച്ചിട്ട് പോലുമല്ല. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ദൗത്യം എന്നുള്ള രീതിയിൽ, രാഷ്ട്രീയ ദൗത്യം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ഇടപെടലായിട്ട് തന്നെ കാണണം. നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ കവർ ഇങ്ങനെയാണ്. 855 എന്നുള്ള രീതിയിലാണ് സ്നാപ്പ് വന്ന് നിൽക്കുന്നത്. 856 മുതലുള്ള സ്നാപ്പാണ്. തീർച്ചയായിട്ടും നമ്മൾ ഫാസിസ്റ്റ് വിരുദ്ധ കവിതകളുടെ ക്യാമ്പയിനായിട്ട് കണ്ടാൽ മതി ഇതിനെ. എല്ലാ തരത്തിലുള്ള എക്സ്പ്രഷൻസ്, നൃത്തരൂപമാണെങ്കിലും പെയിൻറ്റിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ആൽബം ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഇതേപോലെ സ്നാപ്സ് ആണെങ്കിലും, ഞാൻ സ്നാപ്സ് സെലക്ട് ചെയ്യണമെന്ന് മാത്രം, ചെറിയ റീലുകളായിട്ടൊക്കെ പലർക്കും ചെയ്യാം. ഒരു മുട്ടുസൂചി എടുത്തിട്ട് പോലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. സ്നാപ്പ് നമ്പർ 856 സിന്ധു ബദ്രയാണ് വരുന്നത്. സിന്ധു ബദ്രയുടെ വരികളാണ്. സിന്ധു ബദ്രയുടെ വരികളിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കെട്ടകാലത്തിൻ നെറികേടുകൾ കണ്ട് കെട്ടിവയ്ക്കുവാനാവില്ല കണ്ണുകൾ, അടിയുറച്ചിടാൻ ഇടകൊടുക്കാതെ പിഴുതെറിഞ്ഞിടാം ഫാസിസ്റ്റ് വേരുകൾ. കെട്ടകാലത്തിൻ നെറികേടുകൾ കണ്ട് കെട്ടിവയ്ക്കുവാനാവില്ല കണ്ണുകൾ. നമ്മുടെ നീതി ദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. അത് ആ പക്ഷം നോക്കാതെ നീതി നടപ്പാക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്ക് കണ്ണുകൾ കെട്ടിവെക്കാനാവില്ല. കണ്ണുകൾ കെട്ടിവെക്കാനാവില്ല കണ്ണുകൾ, അടിയുറച്ചിടാൻ ഇട കൊടുക്കാതെ പിഴുതെറിഞ്ഞിടാം ഫാസിസ്റ്റ് വേരുകൾ. ഈ വേര് അടിവേരായിട്ട് മാറിയിട്ട് അതിങ്ങനെ പടർന്ന് വലിയൊരു ഫാസിസ്റ്റ് വൃക്ഷമായി മാറുന്നത് ആദ്യമേ മുളയിൽ നുള്ളിക്കളയണമെന്നാണ് സിന്ധു ബദ്ര പറയുന്നത്. കാവ്യശികയുടെ ശക്തമായിട്ട് കവിതകൾ എഴുതുന്നൊരു കവയത്രിയാണ്, സുഹൃത്താണ്. സ്നാപ്പ് നമ്പർ 856 വന്ന് നിൽക്കുന്നത്. നമ്മൾ 856 ചൂണ്ടുവിരൽ. സ്നാപ്പ് നമ്പർ 857 സുഹ്റ സലാമിൻ്റെ വരികളാണ്. സുഹ്റ സലാം 857 കിടക്കുമ്പോൾ സുഹ്റ സലാമാണ്. കവിതാ ചർച്ച. പെണ്ണിനു നേരെ പേയിളകി പായും പേക്കോലത്തിൻ മൗനത്തെ പേനത്തുമ്പിൻ മറുമൊഴിയാൽ അണിചേർന്ന് മുറിച്ചു കിടക്കാം. കവിതാ ചർച്ച. പെണ്ണിനു നേരെ പേയിളകി പായും പേക്കോലത്തിൻ മൗനത്തെ പേനത്തുമ്പിൻ മറുമൊഴിയാൽ അണിചേർന്ന് മുറിച്ചു കിടക്കാം. വരികളുള്ളു. ഫൈറ്റ് എഗൻസ്റ്റ് ഫാസിസം എന്നുള്ളതിൻ്റെ പേന തുമ്പ് തന്നെയാണ്. പേനത്തുമ്പിൽ നിന്ന് വരുന്ന വാക്കുകൾ, അതിനെ ആയുധമാക്കിക്കൊണ്ട് മുന്നേറാം എന്നാണ് പറയുന്നത്. സുഹ്റ സലാം പറയുന്നു. സ്നാപ്പ് നമ്പർ 858 വരുമ്പോൾ രവീന്ദ്രൻ ചെമ്മനാടൻ്റെ വരികളാണ്. രവീന്ദ്രൻ ചെമ്മനാടൻ്റെ വരികൾ നോക്കാം. കത്തിപ്പടരുമീ വീതികൾ തോറും ഫാഷിസത്തിൻ വിഷജ്വാലകൾ നീളെ, പെരുവഴിയാകെ പെണ്ണുടൽ കാട്ടി പെണ്ണിൻ മാനം തച്ചു തകർപ്പൂ, മാനവ നന്മയുറപ്പിപ്പാനായി അണിചേരാമിനി സോദരരെ. മാനവ നന്മയുറപ്പിപ്പാനായി അണിചേരാമിനി സോദരരെ. കത്തിപ്പടരുമീ വീതികൾ തോറും ഫാസിസത്തിൻ വിഷജ്വാലകൾ നീളെ, പെരുവഴിയാകെ പെണ്ണുടൽ കാട്ടി പെണ്ണിൻ മാനം തച്ചു തകർപ്പൂ, മാനവ നന്മയുറപ്പിപ്പാനായി അണിചേരാമിനി സോദരരെ. മാർച്ചിങ് സോങ് പോലെയാണ്.
കവിതയുടെ പ്രത്യേകത. സ്നാപ്പ് നമ്പർ 859 എടപ്പാൾ സി സുബ്രഹ്മണ്യൻ എഴുതിയിരിക്കുന്നു. ആഹ്വാന കവിതകളാണ്, അണിക്കവിതകൾ, ആഹ്വാന കവിതകളാണ്. നിരത്തിൽ നിരത്തി നിർത്തുന്നു തുണിയുരിഞ്ഞ പെങ്ങളെ, മലർത്തി കിടത്തി അമ്മയെ ശൂലമുന കൊണ്ട് കുത്തുന്നു. നിരത്തിൽ നിരത്തിൽ നിരത്തി നിർത്തുന്നു തുണിയുരിഞ്ഞ പെങ്ങളെ, മലർത്തി കിടത്തി അമ്മയെ ശൂലമുന കൊണ്ട് കുത്തുന്നു. എന്തമാന്തം നമുക്കിനി, എന്തമാന്തം നമുക്കിനി, എന്തമാന്തം നമുക്കിനി കയ്യിൽ സുദർശനമേന്തുവാൻ, സുദർശനമേന്തുവാൻ എന്തമാന്തം. എന്തുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ മടിക്കുന്നു? കാരെ കാത്തിരിക്കുന്നു? എന്തിന്? ഫൈറ്റ് അഗൻസ്റ്റ് ഫാസിസം എന്നുള്ളത് നമ്മുടെ ദിനചര്യ, നമ്മുടെ റൂട്ടീൻ മുദ്രാവാക്യമായി മാറണമെന്നാണ്. എന്തമാന്തം നമുക്കിനി കയ്യിൽ സുദർശനമേന്തുവാൻ, എന്തമാന്തം. യെസ്, സ്നാപ്പ് നമ്പർ 860 അഹല്യ വടക്കേ വീട്. അഹല്യ വടക്കേ വീടിന്റെ വരികളാണ്. അഹല്യ വടക്കേ വീട് നോക്കാം. അരുതെന്ന് കരുതുന്നതെന്തോ ആവർത്തനങ്ങളാകുന്നുവോ, അരുതെന്ന് കരുതുന്നതെന്തോ ആവർത്തനങ്ങളാവുന്നുവോ, രാജ്യം പരാജയമാകുന്നുവോ, രാജ്യം പരാജയമാകുന്നുവോ, നേരും നെറിയുമില്ലാതാകുന്നുവോ, നേരും നെറിയുമില്ലാതാകുന്നുവോ. അഹല്യ വടക്കേ വീടാണ്. മനോഹരമായ വരികളാണ്, വ്യാകുലതകളാണ്, വ്യാകുലപ്പെടുകയാണ്. അതും സംഭവിക്കും. സ്നാപ്പ് നമ്പർ 861 സൗബിക രതീഷിന്റെ വരികളാണ്. സൗബിക രതീഷ് നോക്കാം. ആർഷഭാരതമെന്നാർത്തു വിളിക്കുമ്പോഴും ആധിപത്യങ്ങളാൽ അടിച്ചമർത്തപ്പെടുന്നു ജനാധിപത്യം. ഫാഷിസത്തിൻ ചവിട്ടടികളിൽ അമരുന്നു നീതിദേവത തൻ മാനം. ഡയറക്റ്റാണ്. ആർഷഭാരതമെന്നാർത്തു വിളിക്കുമ്പോഴും ആധിപത്യങ്ങളാൽ അടിച്ചമർത്തപ്പെടുന്നു ജനാധിപത്യം. ഫാഷിസത്തിൻ ചവിട്ടടികളിൽ അമരുന്നു നീതിദേവത തൻ മാനം. അടുത്തത് സ്നാപ്പ് നമ്പർ 862 വരുമ്പോൾ സിന്ധു വാസുദേവന്റെ വരികളാണ്. സിന്ധു വാസുദേവൻ നോക്കാം. ആത്മാവുറങ്ങാത്ത നഗ്നമാം മേനിയിൽ കൊത്തിപ്പറിക്കും നരഭോജികൾ, ആർത്തുല്ലസിക്കുന്ന മര്യാദ രാമന്മാർ, മാനം കാക്കുവാനില്ല ഗോപാല പാലകൻ. ആത്മാവുറങ്ങാത്ത നഗ്നമാം മേനിയിൽ കൊത്തിപ്പറിക്കും നരഭോജികൾ, ആർത്തുല്ലസിക്കുന്ന മര്യാദ രാമന്മാർ, മാനം കാക്കുവാനില്ല ഗോപാല പാലകൻ. സ്നാപ്പ് നമ്പർ 862. സ്നാപ്പ് നമ്പർ 863 നമ്മൾ എത്തുകയാണ്. തങ്കമണി അശോകന്റെ വരികളാണ്. തങ്കമണി അശോകൻ ഡയറക്റ്റ് ആഹ്വാനാണ്. പോരാടുക നഗ്നമാക്കപ്പെട്ട ജനാധിപത്യത്തിന് വേണ്ടി, തീപ്പന്തമാവുക കാട്ടാള വർണ്ണവറിക്കെതിരെ, തീപ്പന്തമാവുക. പോരാടുക നഗ്നമാക്കപ്പെട്ട ജനാധിപത്യത്തിന് വേണ്ടി, തീപ്പന്തമാവുക കാട്ടാള വർണ്ണവറിക്കെതിരെ, തീപ്പന്തമാവുക. ആഹ്വാനാണ്. ചുണ്ടുവിരൽ കവിതകളിലൂടെ നമ്മൾ വീണ്ടും പോവുകയാണ്. സ്നാപ്പ് നമ്പർ 864 സുമാ റോസ് ആണ് എഴുതിയിരിക്കുന്നത്. സുമാ റോസിന്റെ വരികൾ നമുക്ക് നോക്കാം. സുമാ റോസിന്റെ വരികളാണ്. ജനാധിപത്യത്തിൻ വേററുക്കാൻ
വർഗീയതയുടെ അട്ടഹാസം, തിരുവില്ല തലയറുത്ത് പെണ്ണിന്റെ മാനം തകർത്ത് ഫാസിസത്തിന്റെ തേരോട്ടം. ഉണരണം, എതിർക്കണം. മനുഷ്യരായി പിറന്നവരെല്ലാം ഉണരണം, എതിർക്കണം. മനുഷ്യരായി പിറന്നവരെല്ലാം ഉണരുവിൻ പട്ടിണിയെ തറുവാരെ എന്ന് പറഞ്ഞ പോലെ ഉണരണം, എതിർക്കണം. മനുഷ്യരായി പിറന്നവരെല്ലാം ഉണരണം, എതിർക്കണം. യെസ്, അടുത്തത് നമ്മുടെ അഡ്മിൻ പാനലിലുള്ള റജില ഷെറിന്റെ വരികളാണ്. റജില ഷെറിൻ സ്നാപ്പ് നമ്പർ 865 നമ്മൾ എത്തുകയാണ്. ജീവിതച്ചോറിന് കണ്ണീർ ചാറ്, ദിക്കുകൾ നാലിലും കാലന്റെ കൂത്ത്. കിഴക്കൻ മേഖലയിലെ ക്രിസ്ത്യാനി മക്കൾക്കും കീഴ്ജാതിക്കാരനും വെട്ടിനുറുക്കിയ ചോളപ്പാടത്തിന്റെ നെഞ്ച്. ജീവിതച്ചോറിന് കണ്ണീർ ചാറ്, ദിക്കുകൾ നാലിലും കാലന്റെ കൂത്ത്. കിഴക്കൻ മേഖലയിലെ ക്രിസ്ത്യാനി മക്കൾക്കും കീഴ്ജാതിക്കാരനും വെട്ടിനുറുക്കിയ ചോളപ്പാടത്തിന്റെ നെഞ്ച്. മനോഹരമായ വരികളാണ്. റജില ഷെറിൻ നമ്മുടെ അഡ്മിൻ മെയിൻ ജീവനാടികളിൽ ഒന്നാണ് കാവ്യശികയുടെ. നമുക്ക് നോക്കാം. സ്നാപ്പ് നമ്പർ 816 വരുമ്പോൾ രാജീവ് കരിമുളക്കലിന്റെ വരികളാണ്. രാജീവ് കരിമുളക്കൽ നോക്കാം. കണ്ണടച്ച് പോയതാരിത്, കണ്ണടഞ്ഞ് പോയതാരിത്, കാഴ്ചയുള്ളതാരിത്. ഇന്ത്യ തൻ മക്കളെ കൺതുറന്നു പ്രതികരിക്കൂ, നമ്മളെല്ലാം ഒന്നുപോലും. കണ്ണടച്ചു പോയതാരിത്, കണ്ണടഞ്ഞു പോയതാരിത്, കാഴ്ചയുള്ളതാരിത്. ഇന്ത്യ തൻ മക്കളെ കൺതുറന്നു പ്രതികരിക്കൂ, നമ്മളെല്ലാം ഒന്നുപോൽ. സ്നാപ്പ് നമ്പർ 867 വരുമ്പോൾ സജന മുസ്തഫയുടെ വരികളാണ്. സജന മുസ്തഫ നോക്കാം. ഭാരതാംബ തൻ തുണിയുരിഞ്ഞവർ യോനി പൂജ നടത്തുന്നു. ഭാരതാംബ തൻ തുണിയുരിഞ്ഞവർ യോനി പൂജ നടത്തുന്നു. ചുടുനിണമൊഴുകും മണ്ണിൽ നിന്നും, ചുടുനിണമൊഴുകും മണ്ണിൽ നിന്നും ചെന്താമരമലർ വിരിയുന്നു. ചുടുനിണമൊഴുകും മണ്ണിൽ നിന്നും ചെന്താമരമലർ വിരിയുന്നു. സ്നാപ്പ് നമ്പർ 867 നമ്മൾ എത്തിയിരിക്കുന്നത്. നോക്കാം. ചുണ്ടുവിരലിൽ അടുത്ത കവിത. സ്നാപ്പ് നമ്പർ 868 അനുശ്രീ മുണ്ടക്കൊല്ലിയുടെ വരികളാണ്. പെണ്ണുടലിന്റെ നഗ്നതയിൽ ഊറിച്ചിരിക്കുന്ന നിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നാളെ നിന്നെ വിഴുങ്ങുന്നത് നിന്റെ ചോരയുടെ നിലവിളികളാകാം. പെണ്ണുടലിന്റെ നഗ്നതയിൽ ഉറച്ചിരിക്കുന്ന നിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക, തിരിഞ്ഞു നോക്കുക. നാളെ നിന്നെ വിഴുങ്ങുന്നത് നിന്റെ ചോരയുടെ നിലവിളികളാകാം. നാളെ നിന്നെ വിഴുങ്ങുന്നത് നിന്റെ ചോരയുടെ നിലവിളികളാകാം. ചുണ്ടുവിരൽ അടുത്ത കവിത ആസിഫ് മേൽമുറിയുടേതാണ്. ആസിഫ് മേൽമുറിയുടെ കവിതയാണ്. കുറച്ചുകൂടി സോഫ്റ്റുമാണ്, ടച്ചിങ്ങുമാണ്. കരയാൻ കണ്ണുനീരില്ലാത്ത വിധം കരാളഹസ്തർ കാമകേളികളാൽ നിന്റെ മേൽ കനമേറ്റിയിരിക്കുന്നു. മരണത്തിലൂടെ ജനിച്ചുകൊണ്ടിരിക്കുന്ന നിൻ കലാപമാറിലൂടെ ഒരു വരി ഈശ്വര പ്രാർത്ഥനയുമായി ഞാനും ഇവിടെ ഇരിക്കുന്നു. മരണത്തിലൂടെ ജനിച്ചുകൊണ്ടിരിക്കുന്ന നിൻ കലാപമാറിലൂടെ
ഒരു വരി ഈശ്വര പ്രാർത്ഥനയുമായി ഞാനും ഇവിടെ ഇരിക്കുന്നു. ആസിഫ് മേൽമുറിയുടെ വിലാപ സ്വഭാവമുള്ള ശക്തമായ കവിതയാണ്. ചുണ്ടുവിരലിലെ അടുത്ത കവിത ശ്രീജ വിധുവിൻ്റെയാണ്. നമ്മുടെ ടോട്ടൽ കാവ്യശിഖേടത്തിൻ്റെ നെടുന്തൂണുകളിൽ ഒന്നാണ് ഈ ശ്രീജ വിധു. ഒരുപാട് പങ്ക്തികൾ കൈകാര്യം ചെയ്യുന്ന വളരെ ആത്മബന്ധമുള്ള സുഹൃത്താണ് ശ്രീജ വിധു. ശക്തമായ കവിതകൾ എഴുതുന്ന, ആക്ഷേപഹാസ്യ കവിതകൾ എഴുതുന്ന ശ്രീജ വിധുവിൻ്റെ ഇതാണ് 870, സ്നാപ്പ് നമ്പർ 870. കണ്ണുകെട്ടി തുലാസേന്തിയവൾ, കണ്ണുകെട്ടി തുലാസേന്തിയവൾ അന്തയായാൽ, കണ്ണുകെട്ടി തുലാസേന്തിയവൾ അന്തയായാൽ വിവസ്ത്രയായി നിണമൊഴുക്കേണ്ടി വന്നവൾ ശക്തിയാകും. വിവസ്ത്രയായി നിണമൊഴുക്കേണ്ടി വന്നവൾ ശക്തിയാകും. വാണിംഗ് ആണ്, മുന്നറിയിപ്പാണ്. പോരാട്ടം സ്ത്രീകളും കൂടി തെരുവിലിറങ്ങി തന്നെ നടത്തേണ്ടി വരും. മണിപ്പൂരിൽ നഗ്നയായ സ്ത്രീകൾ തെരുവിലിറങ്ങി പട്ടാളത്തിനെതിരെ, പട്ടാള നിയമങ്ങൾക്കെതിരെ കലാപം ചെയ്തറിയാം. നഗ്നമേനി കൊണ്ട് ഫാക്കസ്, റേപ്പസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, റേപ്പസ്, കില്ലസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഭീകരമാണ് പട്ടാളത്തിനെതിരെ. നാളെ അതുപോലുള്ള പോരാട്ടങ്ങളും വേണ്ടി വരും ഭരണകൂടത്തിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ. ശ്രീജ വിധു ശക്തമായിട്ട് 4 വരിയിലൂടെ. തസ്നി ജബീലിന്റെ അതാണ് സ്നാപ്പ് നമ്പർ 871. തസ്നി ജബീൽ നോക്കാം. തസ്നി ജബീൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. നീതിപീഠമേ, മുന്നറിയിപ്പാണ്. നീതിപീഠമേ കൺകെട്ടഴിക്കുക, മതേതരത്വത്തിന്റെ മരണമണി മുഴങ്ങുന്നതിന് മുൻപേ, മഹത്തായ ഭരണഘടനാ ലിഖിതങ്ങൾ തിരുത്തുന്നതിന് മുൻപേ നീതിപീഠമേ കൺകെട്ടഴിക്കുക. ജുഡീഷ്യറിയോടാണ്. ജുഡീഷ്യറി തക്കായ സമയത്ത് ഇടപെട്ടില്ലെങ്കിൽ അതുണ്ടാക്കുന്ന നഷ്ടം ഭയങ്കരമാണ്. നീതിപീഠമേ കൺകെട്ടഴിക്കുക, മതേതരത്വത്തിന്റെ മരണമണി മുഴങ്ങുന്നതിന് മുൻപേ, മഹത്തായ ഭരണഘടനാ ലിഖിതങ്ങൾ തിരുത്തുന്നതിന് മുൻപേ നീതിപീഠമേ കൺകെട്ടഴിക്കുക. വാണിംഗ് ആണ്. വാണിംഗ് മാത്രമല്ല, ഓരോരോ കണ്ണു തുറക്കാൻ ജാഗ്രതയിലേക്ക് വരാനാണ് പറയണേ. കോടതികളോട്, ജുഡീഷ്യറിയോട്, സുപ്രീം കോടതിയോട്. ഇല്ലെങ്കിൽ ആ പ്രസ്ഥാനം തന്നെ ഇല്ലാതായി പോകും. ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളിൽ ഒന്ന് മാധ്യമം എന്ന് പറയുന്ന ഒരു തൂണ്. അങ്ങനെ ഒരുപാട് തൂണുകളുണ്ട്. എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. അങ്ങനെ അപ്പോൾ അതിനകത്ത് ജുഡീഷ്യറിയാണ്. നീതിപീഠമേ കൺകെട്ടഴിക്കുക. സ്നാപ്പ് നമ്പർ 872 നമ്മൾ എത്തുന്നത്. ടി വി പ്രേമചന്ദ്രൻ എഴുതിയ വരികളാണ്. ടി വി പ്രേമചന്ദ്രൻ എഴുതിയ വരികളാണ്. നിന്റെ മാനം ഉരുകിയൊലിച്ചൊരാൽ ആവയിൽ, നിന്റെ മാനം ഉരുകിയൊലിച്ചൊരാൽ ആവയിൽ എൻ്റെ ദേശസമത്വവും വെന്തുപോയി. നിന്റെ മാനം ഉരുകിയൊലിച്ചൊരാൽ ആവയിൽ എൻ്റെ ദേശസമത്വവും വെന്തുപോയി. എന്നിട്ടും മൗനിയായി നിൽക്കുന്നു മാരിയും പേമാരിയും കാറ്റും കൊടുങ്കാറ്റും. എന്നിട്ടും മൗനിയായി നിൽക്കുന്നു മാരിയും പേമാരിയും കാറ്റും കൊടുങ്കാറ്റും. പ്രകൃതിക്ഷോഭം പോലും ഇത്തരം അനീതികൾ പെരുകുമ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യിക്കാനായിട്ടെങ്കിലും ഒന്ന് വരാനാ പറയുന്നത്. നീ ഇടയ്ക്കിടയ്ക്ക് മഹാമാരിയും പ്രളയമൊക്കെ ഒന്ന് 8ന്റെ പണി കൊടുത്താലെങ്കിലും മനുഷ്യർ തമ്മിലുള്ള ഐക്യവും ഈ ജാതിമത പ്രസ്ഥാനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളതും കൂടി വരും. അപ്പോൾ ടി വി പ്രേമേന്ദ്രൻ 2-3 കൽപ്പിച്ചിട്ടുള്ള ഒരു എഴുത്താണത്. ഇത് സ്നാപ്പ് നമ്പർ 873 എത്തുകയാണ്. കീർത്തി വിനോദിന്റെ വരികളാണ്. കീർത്തി വിനോദിന്റെ വരികളിൽ ഒരു സമാധാന സന്ദേശം കൂടി ഉണ്ട്. നോക്കാം. ഭാരത മണ്ണിൻ മാറിൽ പിറവിയെടുക്കുന്ന നാരീ ജന്മങ്ങൾക്കിനിയും മാനം കാക്കാൻ കഴിയട്ടെ. ഭാരത മണ്ണിൻ മാറിൽ പിറവിയെടുക്കും നാരീ ജന്മങ്ങൾക്കിനിയും മാനം കാക്കാൻ കഴിയട്ടെ. കലാപക്കൊടികളെങ്ങും ഉയരാതിരിക്കട്ടെ. കലാപക്കൊടികളാണ്, അതായത് വർഗീയ കലാപത്തെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കലയിലെ കലാപം എന്ന് പറയുന്നത് വേറൊരു തലത്തിലും സംഭവിക്കേണ്ടതുണ്ട്. പക്ഷെ വർഗീയ കലാപം അതിൻ്റെ കൊടി ഉയരാതിരിക്കട്ടെ. സമാധാന ജീവിതം കാക്ഷിക്കുന്ന കവികൾ ചിലപ്പോൾ എന്തിനാണ് ഈ കലാപം എന്നുള്ളതും ചിന്തിച്ചു പോകും.
അങ്ങനെ വരുന്ന ഒരു പ്രത്യേക മുഹൂർത്തത്തിലായിരിക്കണം ഇത് എഴുതി. പക്ഷെ വിപ്ലവം എന്ന് പറയുന്നത് മാറ്റമാണ്, സംഭവിച്ചേ പറ്റൂ. ചൂണ്ടുവിരലിൻ്റെ അടുത്ത സ്നാപ്പ് എന്ന് പറയുന്നത് 874 വരുന്നത്. സ്നാപ്പ് നമ്പർ 874 റോയ്സൺ പിലാക്കാവിൻ്റെയാണ് വരികൾ. റോയ്സൺ പിലാക്കാവ്. നോക്കാം. ഇതെൻ്റെ പ്രതിജ്ഞയിലുള്ള ഇന്ത്യയല്ല. അതിൽ ബ്രാക്കറ്റിൽ തീ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ തീ ബ്രാക്കറ്റിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ പ്രജ്ഞയിലുള്ള എന്നാവും. ഇതെൻ്റെ പ്രജ്ഞയിലുള്ള, ഇതെൻ്റെ പ്രതിജ്ഞയിലുള്ള, താന്നുള്ളത് ബ്രാക്കറ്റിൽ തീ ബ്രാക്കറ്റിലാണ്. ഇതെൻ്റെ പ്രജ്ഞയിലുള്ള ഇന്ത്യയല്ല, ഇതെൻ്റെ പ്രതിജ്ഞയിലുള്ള ഇന്ത്യയല്ല, ഇതെൻ്റെ പ്രജ്ഞയിലുള്ള ഇന്ത്യയല്ല. വേട്ടക്കാരനൊപ്പമെങ്കിൽ നീ എൻ്റെ സഹോദരനുമല്ല, വേട്ടക്കാരനൊപ്പമെങ്കിൽ നീ എൻ്റെ സഹോദരനുമല്ല. ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണ്. നമ്മളിങ്ങനെ പ്രതിജ്ഞ എടുക്കും. പക്ഷെ നീ വേട്ടക്കാരനൊപ്പമെങ്കിൽ നീ എൻ്റെ സഹോദരനുമല്ല. സ്വപ്നങ്ങളൊക്കെ തകരുന്ന മുഹൂർത്തത്തിൽ കവി ഒരുപാട് ആലോചിച്ച് മൂർച്ച കൂട്ടിയിട്ടാണ് ഇങ്ങനെ ആറ്റിക്കുറുക്കി വരികൾ വരുന്നത്. ഇതിലുള്ള എല്ലാ ആറ്റിക്കുറുക്കി വരികളാണ്. സ്നാപ്പ് ചെയ്യുമ്പോൾ ആറ്റിക്കുറുക്കിയതും ചെയ്യാം, നീണ്ടതും ചെയ്യാം എന്നുള്ളതാണ്. നോക്കാം. സ്നാപ്പ് നമ്പർ 875. ഈ എപ്പിസോഡിലെ ഒരു പക്ഷേ 20 സ്നാപ്പുകൾ എന്നുള്ള രീതിയിൽ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. 855 നിന്ന് തുടങ്ങി നമ്മൾ ഇവിടെ വരെ എത്തുകയാണ്. 856 നിന്ന് തുടങ്ങി 875 20 സ്നാപ്പുകൾ വരുന്നു. ഇത് ഷീമ മൻചാൻ്റെ വരികളാണ്. ലാസ്റ്റ് ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ലാസ്റ്റ് സ്നാപ്പാണ്. ഷീമ മൻചാൻ്റെ വരികളാണ്. അടിമത്ത കാഹളം മുഴക്കുന്നുണ്ട്, തെരുവിലൊരുവളില്ലാണ്ടിറങ്ങിയവർ. അടിമത്ത കാഹളം മുഴക്കുന്നുണ്ട്, ഒരുവളില്ലാണ്ടിറങ്ങിയവൾ. തെരുവിലൊരുവളിൽ ആണ്ടിറങ്ങുക എന്ന് പറഞ്ഞാൽ അവളെ തെരുവിൽ റേപ്പ് ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ആ സംഭവിക്കുന്ന ആളുകൾ അടിമത്ത കാഹളമാണ് മുഴക്കുന്നത്. അവരുടെ അട്ടഹാസങ്ങൾ, പെണ്ണിൻ്റെ നിസ്സഹായത, കരച്ചിൽ, ബോധം കെടൽ, ഇതിനൊപ്പം അവരുടെ അട്ടഹാസങ്ങൾ. അടിമത്ത കാഹളം മുഴക്കുന്നുണ്ട്, തെരുവിലൊരുവളില്ലാണ്ടിറങ്ങിയവർ. കാലമേ കാലമേ മാപ്പില്ലാത്ത അരാജകതയുടെ നാവറക്കുക. കാലമേ മാപ്പില്ലാത്ത അരാജകതയുടെ നാവറക്കുക. ഞങ്ങൾക്കിനിയെങ്കിലും ഒന്നുറങ്ങണം, ഞങ്ങൾക്കിനിയെങ്കിലും ഒന്നുറങ്ങണം. തീർച്ചയായിട്ടും ഈ സ്നാപ്പ് ചുണ്ടുവിരലിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ പേജുകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്നാപ്സ് ചാക്കോടി അന്തിക്കാട് എന്നുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ഫാസിസ്റ്റ് വിരുദ്ധ കവിതകളുടെ ക്യാമ്പയിനാണ്. ഇത് 5ാമത്തെ എപ്പിസോഡാണ്. ചുണ്ടുവിരൽ നമ്പർ 5 എന്നാണ് നമ്മൾ യൂട്യൂബിൽ കിടക്കുന്നത്. തീർച്ചയായിട്ടും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഊർജ്ജം, വേറെ ഒന്നുമല്ല. സാമ്പത്തിക ശാസ്ത്രമൊന്നും ഇതിനകത്തില്ല. നിങ്ങളുടെ ആ ആത്മീയമായിട്ടുള്ള ഒപ്പം സ്പിരിറ്റ് തരില്ലാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സ്നാപ്പിൻ്റെയും എൻഡിൽ പറയുന്ന പോലെ വർഗീയ ഫാസിസം, ലോക ഫാസിസം തുലയട്ടെ, ലോക ജനാധിപത്യം നീണാൾ വാഴട്ടെ. ലോക ഫാസിസം തുലയട്ടെ, ലോക ജനാധിപത്യം നീണാൾ വാഴട്ടെ. ചാക്കോടി അന്തിക്കാട്.